ഇന്നത്തെ നമ്മുടെ വിഷയം ലൈംഗികതയിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പുകവലി, മദ്യപാനം, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഇവയൊക്കെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇവയെല്ലാം ഈ ശീലങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതോടൊപ്പം സെക്സ് ഉപേക്ഷിച്ചാലോ? അപ്പോൾ ലൈംഗികത ഉപേക്ഷിച്ചാൽ ആരോഗ്യം കുറയും എന്നത് സത്യമാണ്. എന്നാൽ ലൈംഗികതയിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെ? അതാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ ലൈംഗികത പ്രധാനമാണ്. ലൈംഗികത ഒരാളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയെല്ലാമാണ് ലൈംഗികത ആരോഗ്യമേകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, എങ്ങനെയാണ് ഇപ്പോൾ ലൈംഗികത ആരോഗ്യമേകുന്നത്, എങ്ങനെയാണ് അതിലൂടെ ആരോഗ്യം കിട്ടുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകും. പലരും അത് ഒരു സുഖത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. പലരും ആ ഒരു രീതിയിലാണ് അത് കാണുന്നത്. എന്നാൽ അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യവും കൂടി കിട്ടുന്നുണ്ട്. മനസ്സിന് സന്തോഷവും കുളിർമയും അതുപോലെ തന്നെ ശരീരത്തിന് സുഖവും കിട്ടുന്നതോടൊപ്പം നമുക്ക് ആരോഗ്യം കൂടി മെച്ചപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയെല്ലാമാണ് ലൈംഗികത ആരോഗ്യമേകുന്നത്? അതിൽ ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത് ലൈംഗികതയിലൂടെ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ലൈംഗികതയിലൂടെ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താൻ സാധിക്കും. പതിവായ ലൈംഗികത രോഗങ്ങളെ അകറ്റും. ഇമ്മ്യൂണോ ഗ്ലോബുലിൻ്റെ അളവ് കൂടാൻ ലൈംഗികത സഹായിക്കും. ഇത് രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഉറക്കക്കുറവ്, നല്ല ഉറക്കം കിട്ടുവാൻ വേണ്ടി സഹായിക്കും. ലൈംഗിക ബന്ധത്തിന് ശേഷം സുഖകരമായ ഉറക്കം ലഭിക്കും. കാരണം പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണാണ് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിലും 400 മടങ്ങ് അധികം പ്രൊലാക്റ്റിൻ സ്ത്രീ പുരുഷ ലൈംഗികതയിൽ ഉണ്ടാകുന്നുണ്ട്. ഉറക്കമില്ലായ്മയും ലൈംഗിക സംതൃപ്തിയും തമ്മിലുള്ള ബന്ധമുണ്ട്. 8 മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്ന 50നും 79നും ഇടയിൽ പ്രായമുള്ള 10,000 സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ അവർ ലൈംഗികതയിൽ ഏർപ്പെടുന്നത് വിരളമാണെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവിനെ സഹായിക്കും. നല്ല ഉറക്കം കിട്ടുവാൻ വേണ്ടിയിട്ട് ലൈംഗികത സഹായിക്കും എന്നുള്ളത് സത്യമാണ്. ഇനി മറ്റൊരു ലൈംഗികതയിലൂടെ ലഭിക്കുന്ന മറ്റൊരു ആരോഗ്യ ഗുണമാണ് മനോനില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത്. 30,000 അമേരിക്കക്കാരായ സ്ത്രീ പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ സന്തുഷ്ടരായിരിക്കുമെന്ന് കണ്ടു. ലൈംഗികതയുടെ സമയത്തുണ്ടാകുന്ന ഓക്സിഡോസിൻ എന്ന ഹോർമോണാണ് സൗഖ്യവും സന്തോഷവും ഏകുന്നത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി കൈ ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക ഇവയെല്ലാം തന്നെ സന്തോഷമേകുമെന്ന് മുതിർന്ന വ്യക്തികളിൽ നടത്തിയ പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. ദമ്പതികൾക്കിടയിലെ ലൈംഗികത മാനസികാരോഗ്യമേകും. ഇനി അടുത്ത ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് സമ്മർദ്ദം അകറ്റുന്നു എന്നുള്ളതാണ്. സമ്മർദ്ദം അകറ്റുന്നു. നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കുകയേയില്ല. എന്നാൽ ഏറ്റവും നല്ല സ്ട്രെസ് റിലീവർ ലൈംഗികത ആണെന്നറിയുമോ? ഈ കാര്യം പലർക്കും അറിയാത്തതാണ്. ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ എല്ലാ ഫീൽ ഗുഡ് കെമിക്കൽസും തലച്ചോറിലെത്തുന്നു. ഇതേ സമയം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയുന്നു. ലൈംഗികതയുടെ സമയത്ത് രതിമൂർച്ചയ്ക്കു ശേഷം ഡോപ്പാമിൻ, എൻഡോർഫിൻ, ഓക്സിഡോസിൻ തുടങ്ങിയ ഹോർമോണുകൾ എല്ലാം തന്നെ റിലീസ് ചെയ്യപ്പെടുന്നു. ഡോപ്പാമിൻ തലച്ചോറിനെ ഉണർവുള്ളതാക്കുന്നു. എൻഡോർഫിൻ സമ്മർദ്ദവും വേദനയും അകറ്റുന്നു. അപ്പോൾ ലൈംഗികത കൊണ്ട് സമ്മർദ്ദം അകറ്റുന്നു എന്നുള്ളത് സത്യമാണ്. ഈ കാര്യം പലർക്കും അറിയാത്ത, പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. ഇനി ലൈംഗികതയിലൂടെ ലഭിക്കുന്ന മറ്റൊരു ആരോഗ്യ ഗുണമാണ് പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കും എന്നുള്ളത്. പുരുഷന്മാരിൽ സ്ഖലനം പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കും. 40നും 75നും ഇടയിൽ പ്രായമുള്ള 50,000 പേരിൽ നടത്തിയ പഠനം ഒരു ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിച്ചു. ഒരു മാസം 21 അതിലധികമോ തവണ സ്ഖലനം സംഭവിക്കുന്ന പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് അർബുദം വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഈ പഠനത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണമാണ് ഹൃദയാരോഗ്യമേകുന്നു എന്നുള്ളത്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മാസത്തിൽ 1 തവണ ലൈംഗികതയിൽ ഏർപ്പെടുന്നവരേക്കാൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത 45% കുറവാണെന്ന് ന്യൂ ഇംഗ്ലണ്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിൽ പറയുന്നു.
1987 തുടങ്ങി 17 വർഷം നീണ്ട ഈ പഠനം 40 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള 1000 പുരുഷന്മാരിലാണ് നടത്തിയത്. സ്ത്രീകൾക്കും ലൈംഗികത ഹൃദയാരോഗ്യം നൽകും. കൂടാതെ രക്താതിമർദ്ദം വരാനുള്ള സാധ്യതയും കുറയും. സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തി എന്നത് രതിമൂർച്ച മാത്രമല്ല, ചുംബനവും സ്നേഹപ്രകടനവും എല്ലാം അവർക്ക് വൈകാരികവും ശാരീരികവുമായ സൗഖ്യമേകും. ലൈംഗികതയിലൂടെ ലഭിക്കുന്ന അടുത്ത ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് അടുപ്പം കൂട്ടുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ സ്നേഹം എത്ര വേണമോ പങ്കാളിയുമൊത്ത് അത്രയും ലൈംഗിക ബന്ധവും ആകാം. ലൈംഗികത പങ്കാളിയുമായുള്ള അടുപ്പം കൂട്ടുന്നു. ലൈംഗിക ബന്ധത്തിന് ശേഷം പങ്കാളിയോട് തോന്നുന്ന അടുപ്പം ആഴ്ചകളോളം നിലനിൽക്കും. ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടില്ലെങ്കിലും പരസ്പരമുള്ള സ്നേഹപ്രകടനങ്ങൾ ബന്ധം ഊഷ്മളമാക്കും. അടുത്ത ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വാർദ്ധക്യത്തിലും ലൈംഗിക ജീവിതം ആക്റ്റീവ് ആകുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. 50നും 89നും ഇടയിൽ പ്രായമുള്ള സെക്ഷുവലി ആക്റ്റീവായ പുരുഷന്മാർക്ക് ഭൗതിക പ്രവർത്തനം മെച്ചപ്പെട്ടതായി ബ്രിട്ടീഷ് ഗവേഷകർ പറയുന്നു. വാർദ്ധക്യത്തിലും സ്നേഹബന്ധം പുലർത്തുന്നത് ബുദ്ധി, ഓർമ്മശക്തി ഇവയ്ക്ക് ഏറെ നല്ലതാണ്. ഇനി അടുത്ത ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് വേദനകൾക്ക് പരിഹാരം എന്നുള്ളതാണ്. ഇത് നല്ല ഒരു ആരോഗ്യ ഗുണം തന്നെയാണ്. വേദനകൾക്ക് പരിഹാരം ലൈംഗിക ബന്ധത്തിലൂടെയുള്ള ഒരു മികച്ച ആരോഗ്യ ഗുണമാണ് വേദനകൾക്ക് പരിഹാരം എന്നുള്ളത്. ആർത്തവ സംബന്ധമായ വേദന, ഗുരുതരമായ നടുവേദന, കാൽവേദന, എന്തിനേറെ മൈഗ്രെയിൻ പോലും കുറയ്ക്കാൻ ലൈംഗികതയ്ക്ക് സാധിക്കും. യോനിയിലുണ്ടാകുന്ന ഉത്തേജനം വേദനകളെ 40% കുറയ്ക്കും. രതിമൂർച്ചയിലെത്തുമ്പോഴേക്കും വേദന 75% കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് ലൈംഗിക ഗവേഷകർ പറയുന്നത്. ലൈംഗികതയുടെ സമയത്ത് ശരീരം പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളാണ് ഇതിന് പിന്നിൽ. എൻഡോർഫിൻ വേദനയും സമ്മർദ്ദവും അകറ്റും. അമ്മയും കുഞ്ഞുമായുള്ള ബന്ധത്തിന് പിന്നിൽ ഓക്സിഡോസിൻ എന്ന ഹോർമോണാണ്. ഇതിന് വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൈംഗികത എന്ന വ്യായാമം എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കാതെ പോകരുത്. നിങ്ങൾ ചെറുപ്പക്കാരനും ആരോഗ്യവാനുമാണെങ്കിൽ അരമണിക്കൂർ ലൈംഗികതയ്ക്കായി ചെലവിടുന്നത് ഒരു പരിധിവരെ വ്യായാമം തന്നെയാണ്. അരമണിക്കൂർ ലൈംഗിക ബന്ധം 85 കാലറി കത്തിച്ചു കളയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മണിക്കൂറിൽ 4.5 കിലോമീറ്റർ നടക്കുന്നതിനും 8 കിലോമീറ്റർ ജോഗിംഗ് ചെയ്യുന്നതിനും തുല്യമാണത്രേ ലൈംഗിക ബന്ധം. പേശികൾക്കും സന്ധികൾക്കും ഇത് ഒരു വ്യായാമം തന്നെയാണ്. ലൈംഗികത ശ്വസനം കൂട്ടുന്നു, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം ഇവ നിയന്ത്രിക്കുന്നു. മാത്രമല്ല ആരോഗ്യവാന്മാരായ സ്ത്രീ പുരുഷന്മാർക്ക് ഊർജദായകമാണ് ലൈംഗികത. അപ്പോൾ ലൈംഗികതയിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഈ ഒരു ക്ലാസ്സിലൂടെ ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത്. ഇനി നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.